ഹായ് വൺ ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് ക്ലോസിംഗ് എൻട്രീസ് ആണ്. ക്ലോസിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ചിന്റെ ബുക്സിൽ എഴുതുമ്പോഴുള്ള ക്ലോസിംഗ് എൻട്രീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡും രണ്ടെന്ന് പറഞ്ഞാൽ സെക്കൻഡ് മെത്തേഡും. നമുക്ക് ഏത് മെത്തേഡ് പഠിച്ചാൽ മതി? ഫസ്റ്റ് മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. എക്സാമിന്റെ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് മെത്തേഡ് ആണോ സെക്കൻഡ് മെത്തേഡ് ആണെന്ന് മെൻഷൻ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താൽ മതി? ഫസ്റ്റ് മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മതി. സെക്കൻഡ് മെത്തേഡ് എന്താണ് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ അതൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്ലോസിംഗ് എൻട്രീസിന്റെ ബുക്സ് ഓഫ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിന്റെ ബുക്സിൽ എഴുതുമ്പോഴുള്ള ക്ലോസിംഗ് എൻട്രീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രൊവിഷണൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പഠിച്ചില്ലേ? അതിലുള്ള ഐറ്റംസ് വെച്ചുകൊണ്ടാണ് നമ്മളിത് ക്ലോസിംഗ് എൻട്രീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഒന്നെന്ന് പറയുന്നത് ഫോർ റവന്യൂ ഐറ്റംസ് ഓഫ് ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിലെയും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ഡെബിറ്റ് സൈഡ് എന്ന ഐറ്റംസ് വരുമ്പോഴുള്ള ജോൺട്രീസ് ആണ് പറയുന്നത്. അത് ഒരുമിച്ചാണ് എഴുതുന്നത്. അതായത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും അത് നമ്മൾ ഒരുമിച്ച് എഴുതും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻട്രി പറഞ്ഞു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ് to opening stock account, to purchase account, to sales return account, to goods received from head office account, to wages, to carriage, to depreciation, to rent, to salaries. കണ്ടോ? അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് വേറെ ഐറ്റംസ് ഡെബിറ്റ് ചെയ്താണെങ്കിൽ അവരെയും കൂടെ എടുക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വേറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫോർമാറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ അടുത്ത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടോ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടോ ബ്രാഞ്ച് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറയത്തില്ല. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ എൻട്രീസ് കാണാൻ പഠിച്ചേ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് പാടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അക്കൗണ്ട് വരച്ചിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്യാം? എൻട്രി പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാ കംഫർട്ട് വെച്ചാൽ അത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻട്രി മനസ്സിലായല്ലോ. അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞത്, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ഐറ്റംസും ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ഐറ്റംസും വരുമ്പോഴുള്ള എൻട്രിയാണ് എന്തിൻ്റെ എൻട്രി? ക്ലോസിംഗ് എൻട്രി. അപ്പോൾ പറഞ്ഞ് ഹെഡ് ഓഫീസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഹെഡ് ഓഫീസ് ഏത് ഹെഡ് ഓഫീസാണോ മെൻഷൻ ചെയ്തത് ആ ഹെഡ് ഓഫീസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസ്, ടു സെയിൽസ് റിട്ടേൺ, ടു ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, ടു വേജസ്, ടു ക്യാരേജ്, ടു ഡിപ്രീസിയേഷൻ, ടു റെന്റ്, ടു സാലറീസ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിൻ്റെ ക്രെഡിറ്റ് ആണെങ്കിലോ? അപ്പോൾ ഹെഡ് ഓഫീസ് നമ്മൾ ചെയ്യും ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡെബിറ്റ് ആരാണ്? ഓക്കെ, സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ്, ടു പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, റിട്ടേൺ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെബിറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അതായത് ഫോർ റവന്യൂ ഐറ്റംസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബ്രാഞ്ച് ട്രേഡിംഗും ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡ് വരുമ്പോഴുള്ള എൻട്രിയാണ്. നിങ്ങൾക്കറിയാലോ ബ്രാഞ്ച് ട്രേഡിംഗിന് ഐറ്റംസ് എന്തൊക്കെയാണ്? സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ്, റിട്ടേൺ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെബിറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ്. ഉണ്ടോ? അപ്പോൾ ബ്രാഞ്ച് ട്രേഡിംഗിലെയും ബ്രാഞ്ച് പ്രോവിഷൻസ് അക്കൗണ്ട് ക്രെഡിറ്റ്സ് എന്ന ഐറ്റംസ് നമ്മൾ ചെയ്യണം ഒരുമിച്ച് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് എന്നതാണ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ട്രേഡിംഗും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വരുന്നുള്ള ഡെബിറ്റിലെയും ക്രെഡിറ്റിലെ എൻട്രിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് അസറ്റും ലയബിലിറ്റി നമ്മൾ എൻട്രി നോക്കണ്ടേ? അപ്പോൾ ഇവിടെ നോക്കി, ഫോർ ക്ലോസിംഗ് ബ്രാഞ്ച് അസറ്റ്. ബ്രാഞ്ച് അസറ്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കണമെങ്കിൽ എൻട്രി പറഞ്ഞേ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ അസറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അതെല്ലാം എഴുതണം. ടു ക്യാഷ് ഹാൻഡ് ഉണ്ട്, ടു ക്യാഷ് ബാങ്ക് വരും, പിന്നെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്, ടു ഡെപ്റ്റേഴ്സ് ഉണ്ട്, ടു ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി ലയബിലിറ്റി ആണെങ്കിലോ തിരിച്ചു പറയണം. അപ്പോൾ എന്തൊക്കെ ലയബിലിറ്റി വരാം? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഏതൊക്കെ ലയബിലിറ്റി ഉണ്ടോ അവരെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇത്ര. അപ്പോൾ നമ്മൾ അസറ്റ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് അസറ്റ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ അസറ്റ് വരുന്നുണ്ടോ ആ അസറ്റിന്റെ പേര് ഫുൾ എഴുതണം. ഓക്കെ, ലയബിലിറ്റി ആണെങ്കിലോ ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അപ്പോൾ ഏതൊക്കെ ലയബിലിറ്റീസ് വരുന്നുണ്ടോ അവരെല്ലാം എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെ മൊത്തം എത്ര എൻട്രീസ് ഉണ്ട്? 4 എൻട്രീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസിംഗ് എൻട്രീസ്. മനസ്സിലായോ? അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റ് എടുത്തിട്ട് ഇല്ലസ്ട്രേഷൻ 5.3.4 നോക്കുക. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാമേ. മുംബൈ ഹെഡ് ഓഫീസ് ഹാസ് എ ബ്രാഞ്ച് അറ്റ് ഹൈദരാബാദ്. ഉണ്ടോ? മുംബൈ
മുംബൈ ആണ് ഹെഡ് ഓഫീസ് വരുന്നത്. അപ്പോൾ അവരുടെ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഹൈദരാബാദിൽ വരുന്നുണ്ട്. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലർ പ്രിപ്പയർ ജേണൽ എൻട്രീസ് ടു ക്ലോസ് ദ ബുക്സ് ഓഫ് ദി ബ്രാഞ്ച് കണ്ടോ. അപ്പോൾ എന്തിന്റെ എൻട്രീസ് ആണ് പറഞ്ഞത്? എന്തിന്റെ എൻട്രീസ് ആണ്? ക്ലോസിങ് എൻട്രീസ് ആണ് അല്ലേ, ആരുടെ? ദ ബുക്സ് ഓഫ് ദി ബ്രാഞ്ച്. അപ്പോൾ ഇതല്ലേ കണ്ടോ. അപ്പോൾ ബ്രാഞ്ചിന്റെ ബുക്സിലുള്ള ക്ലോസിങ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അതുമാത്രമല്ല അതോടൊപ്പം തന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ത് ചെയ്യണം? വരച്ച് കാണിക്കണം. ഇപ്പൊ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടോ ബ്രാഞ്ച് പ്രൊവിഷൻ ലോസ് അക്കൗണ്ടോ ബ്രാഞ്ച് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ദി എൻട്രീസ് ടു ക്ലോസ് ദ ബുക്സ് ഓഫ് ദി ബ്രാഞ്ച് എന്നാണ്. അപ്പോൾ എൻട്രീസ് മാത്രം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ എത്ര എൻട്രീസ് പഠിച്ചു? 4 എൻട്രീസ് പഠിച്ചു അല്ലേ. അതായത് ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിസൽ എൻട്രി പഠിച്ചു, ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിസൽ എൻട്രി പഠിച്ചു, ബ്രാഞ്ച് അസറ്റിൽ എൻട്രി പഠിച്ചു, ബ്രാഞ്ച് ലയബിലിറ്റിയുടെ എൻട്രി പഠിച്ചു. അങ്ങനെ 4 എൻട്രീസ് വേണം അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കി. അപ്പോൾ ഇത് ട്രയൽ ബാലൻസ് ആണ് കേട്ടോ. പർട്ടിക്കുലേഴ്സ് ഡെബിറ്റ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് ക്രെഡിറ്റ് എമൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് നോക്കി? സ്റ്റോക്ക് ഓൺ 1 ജാനുവരി 2020. അപ്പോൾ 2020 ജാനുവരി 1 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ. അപ്പോൾ അതവിടെ പോകും, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോകും അല്ലേ. പിന്നെ എന്തുണ്ട്? പർച്ചേസ് ഉണ്ട്, അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ്. വേജസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ്. മാനുഫാക്ചറിങ്സ് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ്. പിന്നെ എന്തുണ്ട്? സാലറീസ് അല്ലേ, അത് ബിയാൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ്. കാരണം ഇവിടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ട് എല്ലാം ഡെബിറ്റ് കാണിക്കണം, ക്രെഡിറ്റ് വരുന്നെല്ലാം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ പാടൊന്നുമില്ല. ഓക്കെ. റെൻ്റോടൊപ്പം ഇതാ പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ പോകണം, ഡെപ്റ്റേഴ്സ് അടപ്പണം പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ പോകണം, സോറി ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കും. ജനറൽ എക്സ്പെൻസോ പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പോകണം. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം വെച്ചോയോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ക്യാഷ് അറ്റ് ബാങ്കോ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ. ഓക്കെ. ഇനിയിപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് എന്തൊക്കെയാണ്? സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഹെഡ് ഓഫീസ് അക്കൗണ്ട് അറിയാലോ, അത് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കും. അപ്പോൾ അത് ട്രേഡിംഗ് പി ആൻഡ് ബാലൻസ് ഇവിടെ ഒന്നും അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ. പിന്നെ ഡിസ്കൗണ്ട് പോകുന്നത് ബിയാൻഡ് അക്കൗണ്ടിൽ പോകണം, അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, അത് ക്രെഡിറ്റ് വന്നുകൊണ്ടാണ് എമൗണ്ട്, അപ്പോൾ അത് റിസീവ്ഡ് എന്ന് പറയും. പിന്നെന്തുണ്ട്? പർച്ചേസ് റിട്ടേൺ, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്? പർച്ചേസിനൊപ്പം കുറച്ച് കാണിക്കാൻ എമൗണ്ട്, പക്ഷേ ഇത് ക്ലോസിംഗ് എൻട്രീസ് ആണ്ട് നമ്മളിത് ക്രെഡിറ്റ് കാണിച്ചാൽ മതി. പിന്നെ ക്രെഡിറ്റ് സൈഡ് പോകും, ബാലൻസിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എല്ലാത്തിലും എൻട്രി ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അതോടൊപ്പം തന്നെ ഒരു ഇൻഫർമേഷൻ വരുന്നുണ്ട്, അഡീഷണൽ ഇൻഫർമേഷൻ. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടോ. ബ്രാഞ്ചിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എവിടെ പോകണം? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോകണം, പിന്നെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ. പിന്നെ തുറക്കുന്ന ദിസ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ HO, അതായത് ഹെഡ് ഓഫീസിൽ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം മെഷീനറി എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്, ഫർണിച്ചർ പറഞ്ഞാൽ 10,000 രൂപയാണ്. അവർക്ക് രണ്ടുപേർക്ക് എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഈടാക്കിയിട്ടുണ്ട്. അത് മെഷീനറിക്ക് 10%, ഫർണിച്ചർ എത്ര ശതമാനം? 15% പറയുന്നുണ്ട് അല്ലേ. പിന്നെ പറയുന്നത് എ റെമിറ്റൻസ് ഓഫ് ₹40,000 മെയ്ഡ് ബൈ ദ ബ്രാഞ്ച് ഓൺ 28 ഡിസംബർ 2020 വാസ് റിസീവ്ഡ് ബൈ ദി ഹെഡ് ഓഫീസ് ഓൺ 2021 ജാനുവരി 5. അതായത് 2020 ഡിസംബർ 28 ബ്രാഞ്ചുള്ള 40,000 പൈസ കൊടുത്തിട്ടുണ്ട്. എവിടേക്ക്? ഹെഡ് ഓഫീസിലേക്ക്. പക്ഷെ അവർക്ക് കിട്ടിയത് എപ്പോഴാണ്? 2021 ജാനുവരി 5 അപ്പോൾ ഈ സെന്റൻസ് അർത്ഥം എന്താണ്? ക്യാഷ് ട്രാൻസിറ്റ് ആണ്. മനസ്സിലാലോ? അപ്പോൾ എന്ത് പറഞ്ഞത്? 2020 ഡിസംബർ 28 ബ്രാഞ്ചിൽ 40,000 രൂപ നമ്മൾ എപ്പോഴേക്ക് അയക്കൂ? ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട്. പക്ഷേ അത് എത്തിയത് എപ്പോഴാണ്? 2021 ജാനുവരി 5 ഹെഡ് ഓഫീസിൽ ആ പൈസ കിട്ടിയത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്താണ് റെന്റ് ഡ്യൂ. റെന്റ് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര ഉണ്ട്? 1,500 രൂപ കിടപ്പുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് പേരാണ് ഡ്യൂ എന്ന് പറയും. മനസ്സിലാലോ? അപ്പോൾ റെന്റ് നിങ്ങൾ ഏത് സൈഡാണ് കാണിച്ചിരിക്കുന്നത്? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ? ഡെബിറ്റിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എക്സ്പെൻസ് ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എൻട്രി എഴുതുമ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ ചേർത്തണം എൻട്രി എഴുതേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് എൻട്രീസ് എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ. പിന്നെ അത് കൂടാതെ അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്ന 4 അല്ലേ, അതിൽ അവസാനത്തെ 3 ഒരു എൻട്രി വരും. അങ്ങനെ മൊത്തം എത്ര എൻട്രി ഉണ്ട്? 7 എൻട്രീസ് വേണം. അപ്പോൾ 7 എൻട്രീസ് എന്തൊക്കെയാണ്? ക്ലോസിംഗ് എൻട്രീസ് 4 വേണം. അപ്പോൾ 4 ഏതൊക്കെയാണ്?
ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ഒരു എൻട്രി ഉണ്ട്. ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റം ഒരു ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു എൻട്രി. അപ്പോൾ മൊത്തത്തിലുണ്ട് 2 എണ്ണം. പിന്നെ എന്താണ്, ബ്രാഞ്ച് അസറ്റിന് ഒരു എൻട്രി ഉണ്ട്, ബ്രാഞ്ച് ലയബിലിറ്റിക്ക് ഉണ്ട്. അപ്പോൾ മൊത്തം 2 അല്ലേ. അങ്ങനെ ടോട്ടൽ 4 എൻട്രീസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഒഴികെ ബിയും സിയും ഡി അവിടെയും എന്തുണ്ട്, എൻട്രി ഉണ്ട്. അതിന് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയും. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അതിന് മൊത്തം എത്ര എൻട്രി ഉണ്ട്, 7 എൻട്രീസ് ഉണ്ടാക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യണം, ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം അവസാനത്തെ 3 എൻട്രീസ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നോക്കി, അപ്പോൾ ഹെഡിങ് എന്ത് എഴുതും, ഇൻ ദ ബോക്സ് ഓഫ് ഹൈദരാബാദ് ബ്രാഞ്ച് ആരാണ്, ഹൈദരാബാദിലെ. അപ്പോൾ നമ്മൾ ജേണൽ എഴുതുന്നു. അപ്പോൾ എത്ര കോളംസ് വരയ്ക്കണം, ജേണൽ എത്ര കോളംസ് ഉണ്ട്, 5 കോളംസ് ഉണ്ട് അല്ലേ. ഡേറ്റിനൊരു കോളം, പർട്ടിക്കുലേഴ്സിനൊരു കോളം, LFനൊരു കോളം, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആണ് അല്ലേ. നോക്കി, നിങ്ങൾ രണ്ടാമത്തെ ഡേറ്റ് നോക്കി കണ്ടോ, വർഷ അവസാനമായപ്പോൾ എന്തുണ്ടായിരുന്നു, ഒരു ഡിപ്രീസിയേഷൻ ഈടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിൻ്റെ അല്ലേ. അപ്പോൾ ആർക്കൊക്കെയാണ്, മെഷീനറിക്കും ഫർണിച്ചറിനും അല്ലേ. മെഷീനറിക്ക് എത്ര കിടപ്പുണ്ട്, 25,000 കിടപ്പുണ്ട്. അപ്പോൾ 25,000 10% എടുക്കുമ്പോൾ എത്രയും 2,500 വരും അല്ലേ. അതോടൊപ്പം തന്നെ 10,000 15% എത്രയും 1,500 വരും അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി വേണം എത്ര കാണിക്കാൻ, 26,500 കാണിക്കാൻ. കണ്ടല്ലോ. അപ്പോൾ ഡേറ്റ് നിങ്ങൾ ക്ലോസിംഗ് ഡേറ്റ് എടുത്താവും കേട്ടോ. 2020 ഡിസംബർ 31 കൊടുത്തിട്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എത്ര രൂപ, 26,500. എങ്ങനെ കിട്ടി പറഞ്ഞ്, മെഷീനറിയുടെ 25,000 10% എത്ര ആണ്, 2,500 വരും അല്ലേ. പ്ലസ് പിന്നെ ഫർണിച്ചറിൻ്റെ പറഞ്ഞിട്ടില്ലേ, ആ എമൗണ്ടിൻ്റെ 15% എടുക്കണം അല്ലേ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയും 26,500 വരും. മനസ്സിലായല്ലോ? കണ്ടോ, 25,000 അല്ല, 2,50,000 ആണ്. അപ്പോൾ 2,80,000 എത്ര വേണം, 10% അടിക്കണം. പിന്നെ 10,000 15% വേണം. അപ്പോഴാണ് എത്ര കിട്ടുന്നത്, 1,100 പ്ലസ് 25,000 കിട്ടുന്നത്. കണ്ടല്ലോ. അപ്പോൾ രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്രയും 26,500 വരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് എന്തിൻ്റെ എൻട്രിയാണ്, ഡിപ്രീസിയേഷൻ വരുമ്പോഴുള്ള എൻട്രിയാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. നരേഷൻ എന്തിരിക്കുന്നത്, ഡിപ്രീസിയേഷൻ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിന് മാത്രമായിരിക്കാൻ മതി കേട്ടോ. ഇനി അടുത്ത എന്തിരിക്കുന്നത്, ക്യാഷ് ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എത്ര രൂപ, 40,000 രൂപ. തൻ്റെ സിയുടെ സംഭവം കണ്ടോ. അതായത് 2020 28 ഡിസംബർ ആയപ്പോൾ ബ്രാഞ്ചിന് 40,000 അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഹെഡ് ഓഫീസിൽ എത്തിയപ്പോഴാണ് 2021 ജനുവരി 5-ാം തീയതി അപ്പോൾ അതിനടിക്കുന്നപ്പോഴാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എത്ര എമൗണ്ട്, 40,000. ആ 40,000 ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ബ്രാഞ്ചിലെ ഡേറ്റ് വേണം ഇവിടെ കൺസിഡർ ചെയ്യാൻ. ഓക്കെ അല്ലേ. അപ്പോൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എത്ര രൂപ, 40,000. നിങ്ങളുടെ ഹെഡിങ് എന്ത് ചെയ്യണം, ക്യാഷ് റെബിറ്റ് ടു ഹെഡ് ഓഫീസ് ബട്ട് നോട്ട് റിസീവ്ഡ് ടിൽ 31 ഡിസംബർ. കണ്ടോ, ഡിസംബർ 31-ാം തീയതിയാണ് അവർ ആ പൈസ അയച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ജനുവരി 3-ാം തീയതിയാണ്, ജനുവരി 5-ാം തീയതിയാണ് അല്ലേ. അതാണ് അവിടെ പറഞ്ഞിട്ടാണ്. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്തെന്താണ്, റെന്റ് ഡ്യൂ അല്ലേ. അതെന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ. അപ്പോൾ അത് എത്ര ഉണ്ട്, 1,500 ഉണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താണ്, റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര, 1,500. കണ്ടല്ലോ. ഇത്രയും. ഇത് 3ഉം എന്തിൻ്റെ എൻട്രിയാണ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ്. അതായത് എ ഒഴികെ ബി മുതൽ ഡി വരെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതെന്താണ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ ക്ലോസിംഗ് എൻട്രീസ് ഉണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ ക്ലോസിംഗ് എൻട്രീസ് ആണ് ഞാൻ അടുത്ത പറയാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ക്ലോസിംഗ് ഡെബിറ്റ് എൻട്രി ആദ്യം പറഞ്ഞു, ഫോർ റവന്യൂ ഐറ്റം ഓൺ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോവിഷൻ ലോസ് അക്കൗണ്ട് അല്ലേ. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടും ബ്രാഞ്ച് പ്രോവിഷൻ ലോസ് അക്കൗണ്ടും ഡെബിറ്റ് സൈഡിൽ വരുന്നുള്ള എൻട്രീസ് ആണ്. അപ്പോൾ എൻട്രി ഇതാണ്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ് ട്രേഡിംഗിലെ ഐറ്റംസും പിന്നെ എന്താണ് പ്രൊവിഷൻ ലോസ് അക്കൗണ്ട് ഐറ്റംസും അല്ലേ. അപ്പോൾ എന്തൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഈ ക്വസ്റ്റിനകത്ത് ട്രേഡിംഗിലെ ഡെബിറ്റ് സൈഡും പ്രൊവിഷൻ ലോസും ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ഏതൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഉണ്ട് ട്രേഡിംഗ് ഐറ്റംസ് പറഞ്ഞു, സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉണ്ട്, പിന്നെ എന്താ പറയുക ഗുഡ്സ് റിസീവർ ഉണ്ട്. ഇതെല്ലാം ട്രേഡിംഗ് ഒക്കെ ഡെബിറ്റ് സൈഡ് ഐറ്റം അല്ലേ, അത് ഡെബിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഓക്കെ.
ഇനി ബിയോണ്ട് ഐറ്റംസ് എന്തൊക്കെയാണ്? സാലറീസ് ഉണ്ട് അല്ലേ, റെന്റ് ഉണ്ട് അല്ലേ, റെന്റിന് എന്തുണ്ടായിരുന്നു? ഔട്ട് സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ റെന്റ് 17,000 ഉണ്ടോ, ആ 17,000 ഈ 1,500 കൂട്ടി കാണിക്കണം. അപ്പം എത്ര കിട്ടും? 18,500 വരും അല്ലേ. റെന്റ് 17,000 എഴുതിയാൽ മതിയായിരുന്നു, പക്ഷെ അതിനെന്തുണ്ടായിരുന്നു? ഡ്യൂ ഉണ്ടായിരുന്നു, അഡ്ജസ്റ്റ്മെന്റ്. അപ്പം ഈ 1,500 എന്ത് ചെയ്യണം? ചേർത്ത് കാണിക്കണം, 18,500 കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ. അതോടൊപ്പം തന്നെ ഒരു ഡിപ്രീഷണറി ഐറ്റം ഇല്ലയോ, അതിനെന്തുണ്ടായിരുന്നു? ഫിക്സഡ് അസിന്റെ തേയ്മാനം സംഭവത്തില് 25,000 10% കിട്ടിയ എത്രയാണ്? 2,500 വന്നിട്ട്. അപ്പം ആ 2,500 വേണം. പിന്നെ 10,000 10% കിട്ടി, അതെത്ര ഉണ്ടായിരുന്നു? 1,500 ഉണ്ടായിരുന്നു അല്ലേ. അപ്പം മൊത്തം എത്ര ഉണ്ട്? 26,500 ഉണ്ട് അല്ലേ. അപ്പം അതും എടുക്കണം. മനസ്സിലാലോ? അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ഡെബിറ്റ്സിലെ ഐറ്റംസ് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം എച്ച്, ഇത്രയും വരും. ബിയോണ്ട് ഐറ്റംസ് എന്തൊക്കെയാണ്? സാലറീസ് ഉണ്ട്, പിന്നെ റെന്റ് ഉണ്ട്. റെന്റ് എടുക്കുമ്പോൾ 18,500 എടുക്കണം. പിന്നെ അത് കൂടാണ്ട് ഡിപ്രീസിയേഷനും ഫിക്സഡ് അസറ്റ് എടുക്കണം അല്ലേ. എത്ര രൂപ? 26,500. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എൻട്രി പറഞ്ഞേ കണ്ടോ. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസ്, ടു വേജസ്, ടു മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ടു സാലറീസ്, ടു റെന്റ്. അപ്പോൾ റെന്റ് എന്ന് പറഞ്ഞാണ് 17,000 പ്ലസ് 1,500, അപ്പോഴാണ് 18,500 ആവുന്നത്. കണ്ടല്ലോ. പിന്നെ ജനറൽ എക്സ്പെൻസ് ഉണ്ട്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം എച്ച് ഉണ്ട്, പിന്നെ എന്താണ്? ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ്. മെഷീനറുടെ 25,000 10% കണ്ടുവച്ചതും ഫർണിച്ചറിന്റെ 15% കണ്ടുവച്ചതും അല്ലേ. അപ്പോൾ 26,500 അല്ലേ, അതായത് 1,500 പ്ലസ് 25,000. കണ്ടോ, ഇത് എത്രയുണ്ട്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് എത്ര എന്നത്? 5,01,500. അതാണ് നമ്മുടെ ഹെഡ് ഓഫീസിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ. കണ്ടോ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 5,01,500 കിട്ടുന്നത്. മനസ്സിലാലോ? ഓക്കെ. അപ്പോൾ നരേഷൻ എഴുതും ഡെബിറ്റ് ബാലൻസ് റവന്യൂ ഐറ്റംസ് ട്രാൻസ്ഫർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്, അല്ലെങ്കിൽ അതിൽ കണക്ക് എഴുതിയാലും മതി. അതാണ് ഫോർ റവന്യൂ ഐറ്റംസ് ഓൺ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോവിഡന്റ് അക്കൗണ്ട് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്തെന്താണ്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോവിഡന്റ് അക്കൗണ്ടിൽ. അപ്പോൾ അവിടെ വരണം. അപ്പോൾ അവിടെ വരുന്ന എന്തൊക്കെയാന്ന് പറഞ്ഞു ഈ സൈഡിൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെബിറ്റ്, ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ്, പിന്നെ എന്തുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക്. എത്രയില്ലേ? അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കിയാണ്ട് സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. കണ്ടോ, ഇത് റിസീവ്ഡ് ആണ്. കണ്ടോ, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെബിറ്റ്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എല്ലാം കൂടെ ഡെബിറ്റ് കാണിക്കുക, അതെല്ലാം കൂടെ കൂട്ടി ചെയ്യണം ഔട്ടറിൽ ക്രെഡിറ്റ് സൈഡിലോട്ട് കാണിക്കണം. കണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിൽ ഇവിടെ എഴുതിയിരിക്കണം കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോവിഡന്റ് അക്കൗണ്ട് എക്സൽ ഐറ്റംസ്, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോവിഡന്റ് അക്കൗണ്ട് എക്സൽ ഐറ്റംസ്. കണ്ടോ. അപ്പോൾ നമുക്ക് 2 കിട്ടി. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തെന്താണ്? ബ്രാഞ്ച് അസറ്റിൽ. അപ്പോൾ എൻട്രി പറഞ്ഞു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ്, ടു ക്ലോസ് സ്റ്റോക്ക് അക്കൗണ്ട്, ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടു ക്യാഷ് അറ്റ് ബാങ്ക്, ടു ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഇതെല്ലാം കൂടെ കയറി വരും. നരേഷൻ ഇരിക്കുന്ന അസറ്റ് ട്രാൻസ്ഫർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു? ഇവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, പിന്നെന്തുണ്ട്? ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, പിന്നെന്തുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് അല്ലേ, പിന്നെന്തുണ്ട്? സിയുടെ എമൗണ്ട് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 40,000. കണ്ടല്ലോ. നമ്മുടെ ഓൾറെഡി നേരത്തെ നമ്മൾ എൻട്രി പഠിച്ചിട്ടുണ്ട്. നടക്കുന്നത് കണ്ടോ. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഡെപ്റ്റേഴ്സ്, ക്ലോസ് സ്റ്റോക്ക്. കണ്ടോ. അതേപോലെയാണ് ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ. ഓക്കെ. കണ്ടോ, എമൗണ്ട് ഉണ്ടല്ലോ 1,43,500, 40,000, 7,500, 40,000. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് എവിടെ കാണിച്ചിരുന്നത്? ഹെഡ് ഓഫീസിൽ കാണിക്കുന്നത് 2,31,000. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്തതാണ് ബ്രാഞ്ച് ലൈബിലിറ്റി. അപ്പോൾ എന്തൊക്കെ വരും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് സൈഡ് നോക്കി കണ്ടോ. ക്രെഡിറ്റേഴ്സ് 27,000, പിന്നെ റെന്റ് ഡ്യൂ ഉണ്ടോ 1,500. കണ്ടോ, അത് രണ്ടും കൂടെ ചേർത്താണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ. 27,000 പ്ലസ് 1,500. അപ്പോൾ എത്രയും 28,500. കണ്ടല്ലോ. അപ്പോൾ ഇത്ര. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റിൽ ബി മുതൽ ഡി വരെയുള്ള എൻട്രീസ് ആണ് ഇത് എത്ര ആയിരിക്കുന്നത്. അതിന് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയും. പിന്നെ വരുന്ന ക്ലോസിംഗ് എൻട്രീസ്. കണ്ടല്ലോ. ഓക്കെ. ഇനി ക്വസ്റ്റിനകത്ത് എന്തോ കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഹെഡ് ഓഫീസിന്റെ ബാലൻസ് ഉണ്ടോ? 1,40,000. അതെവിടെ കാണിച്ചിരുന്നത്? ക്രെഡിറ്റ്സിലെ കാണിച്ചിരുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അക്കൗണ്ട് വരച്ചിട്ട് അതാണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബില്ലിന് പറഞ്ഞ് 1,40,000 കാണിക്കണം.
ഡേറ്റ് വേണ്ട കേട്ടോ, ഡേറ്റുകളും വേണ്ട, പാർട്ടിക്കുലേഴ്സ് എമൗണ്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, ബാലൻസ് ഷീറ്റ് എത്ര? 1,40,000 കാണിക്കണം. പിന്നെ ബാലൻസ് വഴി 1,40,000 കാണിച്ചോ, അത് ക്രെഡിറ്റ് കാണിച്ചു, നമ്മളത് കാണിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി അത് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് പറഞ്ഞാൽ നിങ്ങൾ ഓരോ എൻട്രിക്കകത്ത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതെല്ലാം ഇങ്ങോട്ട് മാറ്റുവാണ്. ഇവിടെ നോക്കി, ടിപ്രൈസിന് അക്കൗണ്ടിൽ ഹെഡ് ഓഫീസ് ഉണ്ട്. ഇപ്പോൾ ഹെഡ് ഓഫീസിന് ക്രെഡിറ്റ് ചെയ്യില്ലയോ? മുകളിൽ കിടക്കുന്ന ആരാണ്? ടിപ്രൈസിൽ. അപ്പോൾ അവനെന്ത് ചെയ്യണം? ഇവൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് കാണിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയതാണ്ട് ബൈ ഡിപ്രീസിയേഷൻ 26,500 കണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഹെഡ് ഓഫീസ് ഉണ്ടല്ലോ ഫണ്ട്, അവനെ ക്രെഡിറ്റ് ചെയ്യില്ലേ? അപ്പോൾ മുകളിൽ എന്ത് ചെയ്യണം? ഇവൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതാണ്ട് ക്യാഷ് ആൻഡ് ട്രാൻസ്ഫർ എത്ര രൂപ? 40,000 രൂപ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നോക്കണ്ട. ഇവിടെ ഉണ്ടല്ലോ ഫണ്ട്. അപ്പോൾ ഹെഡ് ഓഫീസിന് ഡെബിറ്റ് ചെയ്യില്ലേ? 5,1,500 അല്ലേ? അപ്പോൾ ഇവരെല്ലാവരെയും എഴുതണ്ട. അവരൊക്കെ ഒരു സേവ് കൊടുക്കാം. എന്തുകൊടുക്കാം? സൺറൈസിന് കൊടുക്കാം. എന്നിട്ട് പ്രാക്കലി റവന്യൂ ഐറ്റംസ് ഡെബിറ്റ് എന്ന് കാണിക്കണം. കണ്ടോ? അതായത് ഇങ്ങനെ എഴുതുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? സൺറൈസിന് പേര് കൊടുത്തത് പ്രാക്കലി റവന്യൂ ഐറ്റം ഡെബിറ്റിന് കൊടുത്തത് ആ എമൗണ്ട് ഫുള്ളായിട്ട് കാണിച്ചാൽ മതി, കൂട്ടിയ എമൗണ്ട്. കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തിട്ട് ഹെഡ് ഓഫീസ് ഉണ്ടല്ലോ, അവനെ ക്രെഡിറ്റ് ചെയ്തിരിക്കില്ലയോ? അപ്പോൾ അതുപോലെ എന്ത് ചെയ്യണം? ഇവരെന്ത് ചെയ്യണം? ഇവൻ്റെ സൈഡിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞു തരും? ബൈ സൺറൈസിന്. അപ്പോൾ റവന്യൂ ഐറ്റംസ് ക്രെഡിറ്റ് എത്ര രൂപ? 4,97,500 ഈ എമൗണ്ട്. കണ്ടല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഹെഡ് ഓഫീസ് ഉണ്ടല്ലോ ഫണ്ട്. അപ്പോൾ ഇവിടെ ഹെഡ് ഓഫീസ് ഡെബിറ്റ് ചെയ്യില്ലേ? അപ്പോൾ ഈ ഐറ്റംസ് എന്താ നമുക്ക് എന്ത് ചെയ്യാം? സൺറൈസ് കൊടുത്താൽ പറയും. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഡെബിറ്റ് കൊണ്ടുവരണം. അപ്പോൾ 2 സൺറൈസ് പ്രാക്കലി അസറ്റ് എത്ര രൂപ? 2,31,000. കണ്ടോ? ഓക്കെ, ഇനി ഇവിടെ ഹെഡ് ഓഫീസ് ഉണ്ടല്ലോ, അവനെ ക്രെഡിറ്റ് ഇരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യാം? സൺറൈസ് ഇപ്പോൾ എന്ത് ചെയ്യാം? ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാം. 28,500 ഇരിക്കാൻ പോലെ. ഓക്കെ, അതാണ്ട് ബൈ സൺറൈസ് ലയബിലിറ്റീസ് എത്ര രൂപ? 28,500. കണ്ടല്ലോ എത്ര? അവസാനം എന്ത് ചെയ്യും? 2 സൈഡ് ടാഗ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉള്ളിടത്തിൽ നിങ്ങൾ ചെയ്യണം സൺറൈസിന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എത്ര? വളരെ സിമ്പിളാണ്, ഒരുപാടില്ല. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം.